പകുതി വിലയ്ക്ക് സ്ത്രീകൾക്ക് സ്കൂട്ടർ വാഗ്ദാനം ചെയ്ത് നടത്തിയ കോടികളുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കായംകുളത്തും പരാതികളേറെ. നിരവധി വനിതകൾ കായംകുളത്ത് തട്ടിപ്പിനിരയായിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. തട്ടിപ്പിനിരയായവർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തു. പകുതി വിലയ്ക്ക് സ്ത്രീകൾക്ക് സ്കൂട്ടർ വാഗ്ദാനം ചെയ്ത് നടത്തിയ തട്ടിപ്പിൽ കായംകുളത്തും നിരവധി പേർ ഇരകളായി. തട്ടിപ്പുമായി ബന്ധപ്പെട്ട മുഖ്യ സൂത്രധാരൻ ഇടുക്കി സ്വദേശി ആനന്ദോ കൃഷ്ണയെ കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. സംസ്ഥാനത്തുടനീളം 300 കോടിയിലേറെ രൂപ വിവിധ പദ്ധതികളുടെ പേരിൽ പിരിച്ചെടുത്തതായാണ് സൂചന. കായംകുളത്ത് നിരവധി വനിതകൾ തട്ടിപ്പിനിരയായിട്ടുണ്ട്. ഇവർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആനന്ദോ കൃഷ്ണൻ, കായംകുളം സ്വദേശിനികളായ സബീന, സനിത ഷാജി, കണ്ടാലറിയാവുന്ന മറ്റുള്ളവർ എന്നിവർക്കെതിരെ കായംകുളം പോലീസ് കേസെടുത്തു. വുമൺ ഓൺ വീൽസ് എന്ന പദ്ധതിയുടെ പേരിലായിരുന്നു തട്ടിപ്പ് നടത്തിയത് എന്നാണ് പരാതി. വാഹനത്തിന്റെ പകുതി തുക അടച്ചാൽ സ്ത്രീകൾക്ക് 2 വീലറുകൾ പകുതി വിലയ്ക്ക് നൽകുമെന്നും ബാക്കി തുക കേന്ദ്ര സർക്കാർ സഹായമായും വലിയ കമ്പനികളുടേതടക്കം CSR ഫണ്ടായും ലഭിക്കുമെന്നുമാണ് തെറ്റിദ്ധരിപ്പിച്ചിരുന്നത് എന്നും തട്ടിപ്പിനിരയായവർ പറയുന്നു. ADSന്റെ ഒരു പ്രൊമോട്ടർ 40-ാം വാർഡിലെ ഒരു ADS വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, സ്ത്രീകൾക്ക് പകുതി വിലയ്ക്ക് ഗൃഹോപകരണങ്ങൾ, തയ്യൽ മെഷീന്, അങ്ങനെ സ്കൂൾ കിറ്റ്, അങ്ങനെ പലതും തരുമെന്നുള്ള ഓഫറിൽ ആദ്യം രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ 320 രൂപ കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞ് തയ്യൽ മെഷീൻ കൊടുക്കുന്ന 60,000 രൂപയുടെ തയ്യൽ മെഷീൻ 30,000 രൂപയ്ക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു. 60,000 രൂപയുടെ മെഷീനും ഉണ്ട്, അത് 30,000 രൂപയ്ക്ക് കൊടുക്കുമെന്ന്. ഗൃഹോപകരണങ്ങൾ 60,000 രൂപയുടെ 30,000 രൂപയ്ക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു. ഖാദിസ ഓഡിറ്റോറിയത്തിൽ വെച്ച് അതിൻ്റെ ഒരു ഉദ്ഘാടന ചടങ്ങ് നടത്തി. കുറച്ച് ആളുകൾക്ക് സാധനങ്ങൾ വിതരണം ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓണം വന്നപ്പോൾ വീട്ടാവശ്യങ്ങൾ, ഓണത്തിനുള്ള ആവശ്യങ്ങൾ പകുതി വിലയ്ക്ക് കൊടുക്കുമെന്നുള്ള ഓഫറിൽ ഞങ്ങളെല്ലാവരും പൈസ അടച്ച് ഞങ്ങൾക്ക് നല്ല സാധനങ്ങളായിരുന്നു ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ 1,20,000 രൂപയുടെ വണ്ടി 60,000 രൂപയ്ക്ക് സ്ത്രീകൾക്ക് കൊടുക്കുന്നു എന്നുള്ള ഓഫറിൽ വന്ന് പറഞ്ഞു. അങ്ങനെ 60,000 രൂപ അന്നേരം ഒരു ഡേറ്റ് വെച്ചു. ഈ ജൂൺ 5-ാം തീയതിക്കകം പൈസ അടയ്ക്കുന്നവർക്കേ കിട്ടത്തുള്ളൂ, അത് കഴിഞ്ഞുള്ളവർ പിന്നെ പരാതി പറഞ്ഞാൽ രക്ഷയില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഒത്തിരി കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ച് 60,000 രൂപയ്ക്ക് കിട്ടുന്നതല്ലേ എന്ന് വിചാരിച്ച് കാശ് പണയം വെച്ചും പലിശയ്ക്ക് എടുത്തും 60,000 രൂപ കൊടുത്തു. പ്രൊഫഷണൽ സർവീസസ് ഇന്നൊവേഷൻ എന്ന പേരിലുള്ള സ്ഥാപനത്തിന്റെ അക്കൗണ്ടിലേക്ക് തങ്ങൾ 60,000 രൂപ വീതം അടച്ചുവെന്നും ഇതിനായി ചിലർ പ്രൊമോട്ടർമാരായി പ്രവർത്തിച്ചുവെന്നും പരാതിപ്പെട്ട വനിതകൾ പറയുന്നു. 44 വാർഡിൽ നിന്നും കൂടെ നമ്മുടെ ഈ 8 പ്രൊമോട്ടർമാരെ നമ്മുടെ ഈ വാർഡിലുണ്ട്. അപ്പോൾ ഈ 8 പ്രൊമോട്ടർമാരും കൂടെ നമ്മുടെ ഈ വാർഡിലുള്ള സ്ത്രീകളുടെ പൈസ മൊത്തം 614 പേരുടെ പൈസ മൊത്തം വാങ്ങിച്ചിട്ട് ഇവർക്ക് കമ്മീഷൻ പോലും ഇല്ലെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ആദ്യം മെമ്പർഷിപ്പ് ചേർത്താണ് 320 രൂപ കൊടുത്ത് എല്ലാവരെയും കൊണ്ട് മെമ്പർഷിപ്പ് എടുപ്പിച്ചിട്ട് പറഞ്ഞ് നിങ്ങൾക്ക് ഇന്ന വീട്ടുപകരണങ്ങൾ പകുതി വിലയ്ക്ക് കിട്ടുന്നതാണ്, അതുകൊണ്ട് എല്ലാവരും ചേരണമെന്നും പറഞ്ഞിട്ട് പ്രൊമോട്ടർമാരാണ് നമ്മളെ അവർ സപ്പോർട്ട് ചെയ്തത്. അല്ല, ഇതിൻ്റെ ഉടയരല്ല, പ്രൊമോട്ടർമാരാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ അത് നമുക്ക് കിട്ടിയ ആ ഒരു അടിസ്ഥാനത്തിൻ്റെ പേരിൽ നമ്മളെല്ലാവരും മെമ്പർഷിപ്പ് എടുത്ത് കുറേ പേർക്ക് ഇവിടെ പ്രൊമോട്ടർമാർക്ക് 10 പേർക്ക് നമ്മുടെ അടുത്ത് വണ്ടി കൊടുത്തായിരുന്നു. വണ്ടി കൊടുത്തപ്പോൾ നമ്മുടെ MLA അതിനകത്ത് ഉദ്ഘാടനം ചെയ്ത്. അപ്പോൾ ഈ MLA ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആൾക്കാർ വിചാരിച്ചത് തട്ടിപ്പല്ല, MLA അല്ലേ ഉദ്ഘാടനം ചെയ്തെന്ന്. അങ്ങനെ പല സ്ഥലങ്ങളിൽ MLA, MP-മാരും കൗൺസിലർമാരും ചെയർപേഴ്സന്മാരും എല്ലാം ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് തട്ടിപ്പാണെന്നുള്ളത് നമ്മൾ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. പല സ്ത്രീകളെയും പറഞ്ഞു പറ്റിച്ച് 320 രൂപ വീതം മെമ്പർഷിപ്പ് എടുപ്പിക്കുകയും വാഗ്ദാനങ്ങൾ നൽകുകയും ചെയ്തതായും പരാതിക്കാർ പറയുന്നു. ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് രൂപയാണ് തട്ടിയെടുത്തതെന്നും ഇവർ വ്യക്തമാക്കുന്നു. വൻ തട്ടിപ്പാണ് നടന്നിരിക്കുന്നതെന്ന് കായംകുളം നഗരസഭാ കൗൺസിലറും കോൺഗ്രസ് നേതാവുമായ AP ഷാജഹാനും പറഞ്ഞു. കായംകുളം നഗരസഭയിൽ നിന്നടക്കം ഏതാണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് മുതുകുളം സീഡ് സൊസൈറ്റി എന്ന പേരിൽ ഒരു വ്യാജ സൊസൈറ്റി രൂപീകരിച്ചുകൊണ്ട് സ്ത്രീകൾക്ക് അവരുടെ ഉന്നമനത്തിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഏതാണ്ട് 1,20,000 രൂപയുടെ വാഹനം 60,000 രൂപയ്ക്ക് കൊടുക്കുമെന്നും അതുപോലെ തന്നെ ലാപ്ടോപ്പ് പകുതി വിലയ്ക്ക് കൊടുക്കുമെന്നും തയ്യൽ മെഷീൻ ഉൾപ്പെടെയുള്ള സ്ത്രീകൾക്ക് ഉപകാരപ്പെടുന്ന പദ്ധതിയാണെന്ന് പറഞ്ഞാണ് ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ ഇതിനൊരു വിശ്വാസ്യത വരുന്നതിന് വേണ്ടി കായംകുളത്തിൻ്റെ MLA അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ആദ്യം ഈ തയ്യൽ മെഷീൻ്റെ വിതരണവും ഇതിൻ്റെ സീഡ് സൊസൈറ്റിയുടെ ഉദ്ഘാടനവും നടത്തിയത്.
ഒരു വാർഡിലെ ADS എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളെപ്പോലുള്ള കൗൺസിലർമാരോടൊപ്പം തന്നെ വിലമതിക്കുന്ന അവരുടെ വാക്കുകൾക്ക് വിലയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ADS മെമ്പർമാരെ വിളിച്ച് അവരെ ഇതിൻ്റെ ബോധവൽക്കരിച്ചിട്ടാണ് അവരിലൂടെയാണ് ഈ തട്ടിപ്പ് ഈ സീഡ് സൊസൈറ്റിയുടെ പേരിൽ നടത്തിയിരിക്കുന്നത്. 44 വാർഡിലെയും പാവപ്പെട്ട ജനങ്ങൾക്ക് നഷ്ടപ്പെട്ട കാശ് വാങ്ങിച്ചു കൊടുക്കുന്നതിന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ മുൻകൂറായി നിൽക്കണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. 2 വീലറുകൾക്ക് പുറമെ തയ്യൽ മിഷൻ, ലാപ്ടോപ്പ് തുടങ്ങിയവയും നൽകുമെന്ന് പറഞ്ഞ് സമാനമായ രീതിയിൽ തട്ടിപ്പ് നടത്തിയിട്ടുള്ളതായാണ് വിവരം പുറത്തുവരുന്നത്. ഇവയുടെ വിതരണോദ്ഘാടനവുമായി ബന്ധപ്പെട്ട് പല പ്രമുഖരെയും എത്തിച്ചും രാഷ്ട്രീയ നേതാക്കളെ പദ്ധതിയുടെ പിന്നണിക്കാരായി അവതരിപ്പിച്ചും വിശ്വാസം പിടിച്ചുപറ്റിയാണ് തട്ടിപ്പ് നടത്തിയതെന്നും പറയുന്നു. നഗരസഭാ വാർഡുകളിൽ സ്വാധീനമുള്ളവരെയും തട്ടിപ്പിന് ഇടനിലക്കാരാക്കിയിട്ടുണ്ടെന്നും പറയുന്നു. പണമടച്ച് 45 ദിവസം കഴിഞ്ഞ് അന്വേഷിക്കാനെത്തിയവരോട് കുറച്ച് ദിവസത്തിനുള്ളിൽ വാഹനം ലഭിക്കുമെന്നാണ് സ്ഥാപനവുമായി ബന്ധപ്പെട്ട അധികൃതർ പറഞ്ഞത്. 2-3 തവണ അന്വേഷിച്ചിട്ടും വാഹനം കിട്ടാതായതോടെയാണ് സ്ത്രീകളിൽ പലരും പരാതിയുമായി രംഗത്തെത്തിയത്. CDNet ന്യൂസ്, കായംകുളം.